നിങ്ങളുടെ ഫ്രണ്ടേ ഇങ്ങോട്ട് വിളിച്ചിട്ട് വാ നിന്റെ ഭാര്യയ്ക്ക് ജോലി തരാം എന്ന് പറഞ്ഞിട്ട് തന്നതല്ല. എന്റെ ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനും എല്ലാം കണ്ടിട്ട് തന്നെ എനിക്ക് അവിടെ ജോലി കിട്ടിയത്. എടി എന്റെ ഒരു ഫോൺ കോള് അതുകൊണ്ടാണ് നിനക്ക് ജോലി കിട്ടിയത്. അതാണ് ഞാനും അവൻ തമ്മിലുള്ള ബന്ധം. അല്ലാണ്ട് നിന്റെ ക്വാളിഫിക്കേഷൻ ക്വാളിറ്റിയും കണ്ടിട്ടല്ല. അവനും എനിക്ക് നന്നായിട്ട് അറിയാം നിനക്ക് ഇത്രയും വലിയ ജോലി ചെയ്യാനുള്ള കഴിവില്ല. ഓ, അപ്പൊ എന്റെ വിദ്യാഭ്യാസവും എന്റെ യോഗ്യതയും ഒന്നും ഇവിടെ പ്രധാനമല്ല അല്ലെ? നിങ്ങൾ വിളിച്ചു പറഞ്ഞ ആർക്കും ജോലി കിട്ടും. എന്തിട്ട് നീ എന്റെ മോനെ കുറിച്ച് വിചാരിച്ചത്? നിന്നെ കല്യാണം കഴിച്ചതുകൊണ്ട് അവൻ വെറും തറയാന്ന് വിചാരിച്ചോ? ആ ഒരു തെറ്റ് മാത്രം അവന് പറ്റിയിട്ടുള്ളൂ. അവന്റെ ഫ്രണ്ടും അവനുമേ എത്രമാത്രം വലിയ ബന്ധമാണെന്ന് എനിക്ക് അറിയോ. ഇവിടെ വന്നിട്ട് ഒരുപാട് പ്രാവശ്യം ചോറ് വിളമ്പി കൊടുത്തതാ. ആ ഒരു ബന്ധം വെച്ചിട്ട് കിട്ടിയ ജോലിയാന്ന് എനിക്ക്. നിനക്ക് ജോലി തരുന്നതിന്റെ മുൻപേ അവ എന്നോട് കൂടി വിളിച്ച് ചോദിച്ചു, അമ്മ എങ്ങനെ ഒരു ജോലി ഉണ്ട് അമ്മന്റെ മരുമോൾ കൊടുത്തോട്ടെ എന്നുള്ളത്. അങ്ങനെ ഞാൻ കൊടുത്ത മോനെ. അവളൊരു പാവം കുട്ടിയാണ് പറഞ്ഞതുകൊണ്ട് മാത്രം എനിക്ക് കിട്ടിയത്. ഇതേ വലിയ സിറ്റി ഒന്നും അല്ല, ഒരു കമ്പനിൽ അല്ലെങ്കിൽ ഒരു കമ്പനിൽ മാറി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനും എന്റെ മോനും നോന്നൊരു വാക്ക് പറഞ്ഞാണ് നീ ഇപ്പൊ വീട്ടിലിരുന്നേനെ. പിന്നെ ഈ വർത്തമാനത്തിനൊന്നും ഇടയുണ്ടാവില്ല. അപ്പൊ ഈ പേരിലാണല്ലേ ഉള്ള സാലറി മുഴുവൻ എന്റെ നിന്ന് വാങ്ങിയെടുക്കുന്നത്? ഒരു ഭാര്യ എന്ന് പറഞ്ഞാലേ അവളൊരു കുലസ്ത്രീ ആവണം. ശമ്പളം കിട്ടുന്നത് മുഴുവനും കൊണ്ട് ഭർത്താവിനെ ഏൽപ്പിക്കണം. എന്നിട്ട് ബസ്സിന് എന്തെങ്കിലും കുറച്ചെന്തെങ്കിലും വാങ്ങിയിട്ട് പോവുക. ഇത് ശമ്പളം കൊണ്ടൊന്നും അവനെ ഏൽപ്പിക്കുന്നത് കാണാം. പിന്നെ അവന്റെ അടുത്ത് 1 ലക്ഷത്തെ സാധനം വാങ്ങിച്ചതാ, 50,000 സാധനം വാങ്ങിച്ചിട്ട് അവർ നിന്നാലോ? ഇത് എവിടെ നടക്കുന്നതാ? ആഹാ, അപ്പൊ ഞാൻ ജോലി ചെയ്ത് കൊണ്ടുവരണം, എന്നിട്ട് എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മോന്റെ മുമ്പ് ചെന്ന് ഇറക്കണം അല്ലേ? നിങ്ങളാണല്ലോ ജോലിയാക്കി തന്നത്. അപ്പൊ എനിക്ക് ആ പൈസയിൽ ഒരു അർഹതയില്ല. എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തരൂല്ല. ഞാൻ അവിടെ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ മോന്റെ ഭാര്യ ആയതുകൊണ്ടേ എനിക്ക് അവിടെ ചേറി പോയി മിണ്ടാതിരുന്നാ മതി. മാസം 45,000 ദാ എന്റെ അക്കൗണ്ടിലേക്ക് വെറുതെ തരും. അങ്ങനെ തന്നെ കൂട്ടിക്കോ. അല്ലെങ്കിൽ അവർക്ക് നല്ല വിവരമുള്ള ജോലിക്ക് വെച്ചൂടെ? ഇത് ഒരു വിവരമില്ലാത്ത സ്ഥാനത്തിന് വെക്കേണ്ട വല്ല കാര്യമുണ്ട് അവർക്ക്? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. അമ്മയായക്കേ അമ്മയുടെ സ്വന്തം കൈ കൊണ്ട് ചോറ് വിളമ്പി കൊടുക്കുന്നല്ലേ പറഞ്ഞത്. ആ എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. എന്നിട്ടും എനിക്ക് 45,000 രൂപ ശമ്പളം തരുന്നുണ്ട്. അപ്പൊ പിന്നെ ചോറൊക്കെ വിളമ്പി കൊടുത്ത ആൾക്കൊരു 75,000 കിട്ടാതിരിക്കില്ല അല്ലെ? നാളെ മുതൽ അമ്മ ജോലിക്ക് വെക്കോ, ഞാൻ പോകുന്നില്ല. 35,000 ഏട്ടന്റെ പോക്കറ്റിലെ എക്സ്ട്രാ ഉണ്ടാകുമല്ലോ. ഭർത്താവിന്റെ ഒരു ശമ്പളം എണ്ണി കൊടുക്കുന്നവളാണ് കുലസ്ത്രീ എന്നല്ലേ പറഞ്ഞു. എനിക്ക് അങ്ങനെ കുലസ്ത്രീ എന്നുള്ള വിളിപ്പേര് വേണ്ട. നിങ്ങളുടെയും നിങ്ങളുടെ മോന്റെയും 5 പൈസന്റെ വിലയില്ലാത്ത സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടേ എനിക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ല.